ദേവനും ഗൗരിയും അല്പനേരം അമ്മയുടെ അടുത്തിരുന്ന ശേഷം ക്യാൻറ്റീനിലേക്ക് ഇറങ്ങി. അവൾക്ക് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. എന്തു പറ്റി? ദേവൻ തിരക്കി. ഒന്നുമില്ല, കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് ഗൗരി പറഞ്ഞു. ദേവൻ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് തല ഉയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് നിങ്ങളെ നഷ്ടമായി എന്നാ ഞാൻ വിചാരിച്ചത്. അങ്ങനെ നിന്നെ വിട്ട് ഞാൻ പോകുമോ? ഇന്നലെ അങ്ങനെയൊരു സീൻ നീയുമായി ഉണ്ടാക്കണമായിരുന്നു. ആ ഫയൽ തിരികെ കിട്ടണമെങ്കിൽ ഞാൻ CCTV ചെക്ക് ചെയ്തിരുന്നു. അത് അത്രത്തോളം അനന്യയുടെ പണിയാണ്. ഗൗരി ദേവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. ഗൗരി, ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്താ? അവൾ തല ദേവന് നേരെ ഉയർത്തി തിരക്കി. നമ്മുടെ വിവാഹം. മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. സത്യാണോ? അതെ, നമുക്ക് ഇനിയൊരു വിവാഹം നടത്താം. മനസ്സും മെയ്യും ഈ വിവാഹത്തോടെ ഒന്നിക്കണം. അവൾ നാണം കൊണ്ട് ദേവൻ്റെ മുഖത്തു നിന്നും കണ്ണ് വെട്ടിച്ചു. അയ്യടാ, പെണ്ണിൻ്റെ ഒരു നാണം. പോ അവിടുന്ന്. ഗൗരി ദേവൻ്റെ തോളിൽ പതിയെ കടിച്ചു. അമ്മയുടെ അസുഖം മാറി ഡിസ്ചാർജ് ആയാൽ പിറ്റേന്ന് നമ്മുടെ വിവാഹം. ആരും അറിയണ്ട. പ്രത്യേകിച്ച് അനന്യ ഒട്ടും അറിയാനിടയാകരുത്. ഇല്ല, അമ്മയെ നോക്കാൻ നഴ്സുമാരില്ലേ? നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? അവൾ തലയാട്ടി. എന്നാ വാ. ദേവൻ ഗൗരിയുടെ കൈയും പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. കാറിൽ കയറിയ ഗൗരിയെ ഒരു ചിരിയോടെ ദേവൻ നോക്കി നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? നമുക്കൊന്ന് പ്രണയിക്കാം. അശു, എനിക്ക് എന്തോ പോലെ തോന്നുന്നടോ. ദേവൻ അവളുടെ കൈകളെ അവൻ്റെ മടിയിലേക്ക് വെച്ചു. ഇടയ്ക്കൊക്കെ അവളുടെ കൈകളെ അവൻ തലോടിക്കൊണ്ടിരുന്നു. ദേവനും ഗൗരിയും കൂടെ ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് കയറിയത്. ഗൗരി, എന്തായാലും വിവാഹം നടത്തുമ്പോൾ ഡ്രസ്സുകൾ വാങ്ങണം. ഇപ്പോൾ തന്നെ വാങ്ങിയേക്കാം. നീ ചെന്ന് ഡ്രസ്സുകൾ സെലക്ട് ചെയ്യേ. ഞാൻ ഇവിടെ ഇരിക്കാം. ദേവൻ അവിടെയുള്ള സോഫയിലിരുന്നു. ഓരോ ഡ്രസ്സുകൾ വീതം ദേവനെ കാണിച്ചു. അവൻ ഇഷ്ടമാവാത്തത് ദേവൻ തലയാട്ടി കാണിച്ചു. അപ്പോഴാണ് ദേവൻ്റെ ഒരു ഫാൻ ഗേൾ വരുന്നത്. ദേവനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഹായ് സാർ, ഞാൻ മഹാലക്ഷ്മി. ദേവൻ പെട്ടെന്നൊന്ന് നടുങ്ങി. ഹായ് സാർ, സാറിനെ ഞാൻ ന്യൂസിലും മറ്റും കണ്ടിട്ടുണ്ട്. സാറിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. കാണുമെന്ന് വിചാരിച്ചതേയില്ല. ദേവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പോഴാണ് ഗൗരി ഒരു ഡ്രസ്സും എടുത്ത് ദേവന് നേരെ തിരിയുന്നത്. ഇതേതാ പുതിയ അവതാരം? അവൾ ഡ്രസ്സ് അവിടെ വെച്ച് അങ്ങോട്ടേക്ക് നടന്നു. സാർ, ഒരു സെൽഫി. ആ ഗൗരി, ഇത് മഹാലക്ഷ്മി. ഗൗരി അവളെ തന്നെ നോക്കി. ഈ കുട്ടി എൻ്റെ വലിയ ഫാനാണെന്നാ പറയുന്നത്. വല്ലാതെ കറങ്ങരുത്, ലീഫ് തെറിച്ചു പോകും. ദേവൻ അവളെയൊന്ന് നോക്കി. അവൾക്കൊരു കുശുമ്പുണ്ടെന്ന് അവന് മനസ്സിലായി. മഹാലക്ഷ്മിയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ചേച്ചി, ഒരു ഫോട്ടോ എടുത്ത് തരൂ. അവളൊരു സംശയത്തോടെ അവളെ നോക്കി. എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, ഫോണിങ്ങെത്താ. എൻ്റെ ഫോണിൽ ക്യാമറ നല്ലതല്ല. സാറിൻ്റെ ഫോണിൽ എടുത്തിട്ട് അയച്ചു തന്നാൽ മതി. അയ്യടാ, അത് മോൾക്ക് ബുദ്ധിമുട്ടാവുകയാലോ, ഗൗരി പറഞ്ഞു. ദേവന് ചിരി പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഗൗരി, നിൻ്റെ ഒരു കാര്യം. ശരി, നിൽക്ക്, ഞാൻ എൻ്റെ ഫോണിൽ എടുത്തു തരാം. ഗൗരി അവളുടെ ഫോണിൽ ഫോട്ടോ എടുത്തു. സാർ, എൻ്റെ തോളിലൊന്ന് കൈവയ്ക്കാമോ? നിൻ്റെ നമ്പർ അയക്കേ, മതി ഫോട്ടോ എടുത്തത്. ഗൗരി കലിതുള്ളിക്കൊണ്ട് ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്തു. മഹാലക്ഷ്മി അവിടെ നിന്നും നീരസത്തോടെയാണ് പോയത്. ഗൗരി, എന്തിനാടോ ആ പാവം കുട്ടിയോട്? അയ്യടാ, നിങ്ങൾ അവിടെ ഇരുന്നേ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ വരാം. ഗൗരി അവിടെയുള്ള മാസ്ക് കൗണ്ടറിൽ ചെന്ന് മാസ്ക് എടുത്ത് ദേവനെ ധരിപ്പിച്ചു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അല്ലെങ്കിലേ പിടക്കോഴിയെ ഒന്നിനെ സഹിക്കാൻ വയ്യ. ഇനിയും വേണോ? എൻ്റെ ഗൗരി, നീ ചെല്ല്. ഇതേ സമയം അനന്യ ദേവികയുടെ റൂമിൽ തലകറങ്ങി വീണിരുന്നു. വാഷ്റൂമിൽ നിന്നും വന്ന ദേവിക അത് കണ്ടതും ഞെട്ടിത്തെരിച്ചു. ഈ കൊച്ചെന്താ ഇവിടെ? പലതവണ അവളെ വിളിച്ചെങ്കിലും അവൾ ഉണർന്നില്ല. ദേവിക ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഏതാനും നേരം കഴിഞ്ഞപ്പോൾ ഗൗരിയും ദേവനും വീട്ടിലേക്ക് മടങ്ങിയെത്തി. ദേവികയുടെ മുഖത്തെ വെപ്രാളവും പരവേശവും കണ്ട് ദേവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, എന്ത് പറ്റി? ദേവിക ഗൗരിയെ ഒന്ന് നോക്കി. മക്കളെ, ഇങ്ങ് വാ, ഒരു കാര്യം പറയാനുണ്ട്. ദേവിക ദേവൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് കട്ടിലിൽ അവശയായി കിടക്കുന്ന അനന്യയുടെ അടുത്തേക്ക് നടന്നു. ദേവൻ അമ്മയെയും അനന്യയെയും മാറി മാറി നോക്കി. ഇതെന്താ, ഇവൾക്ക് എന്തു പറ്റി? ദേവൻ സംശയത്തോടെ തിരക്കി. ദേവൻ്റെ ശബ്ദം അവൾ കേട്ടതും മയക്കത്തിൽ നിന്നും ഉണർന്നു. പതിയെ അവൾ തലയുയർത്തിക്കൊണ്ട് ദേവനെ നോക്കി. ദേവാ.
അനന്യ പതുങ്ങിയ ശബ്ദത്തിൽ വിളിച്ചു. ദേവൻ ഗൗരിയെയും ഒന്ന് നോക്കി. വാ ഗൗരി, നമുക്ക് അവളുടെ അടുത്തേക്കൊന്ന് ചെല്ലാം. ദേവൻ ഗൗരിയുടെ കൈയും പിടിച്ചുകൊണ്ട് അനന്യയുടെ അടുത്തേക്ക് നടന്നു. ദേവാ. അനന്യയുടെ വിളികളിൽ നിഷ്കളങ്കത തെളിഞ്ഞു നിന്നു. ദേവാ, നീ ഇവിടെ ഇരിക്കെ. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അനന്യ അല്പം നീങ്ങിക്കിടന്നു. ദേവനൊരു സംശയത്തോടെ അനന്യയെ തന്നെ നോക്കി. അവൾ പതിയെ ദേവന്റെ കൈകളിൽ പിടിച്ചു. ആ കൈകൾ അവൾ അവളുടെ വയറിലേക്ക് വെച്ചു. ദേവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. ദേവാ. നിറകണ്ണുകളോടെ അനന്യ വീണ്ടും വിളിച്ചു. ഗൗരി ദേവന്റെ തോളിൽ കൈവച്ചു. ദേവൻ ഗൗരിയെ നോക്കി. അവളുടെ മുഖവും വല്ലാതെയായിട്ടുണ്ടായിരുന്നു. ആദ്യമായാണ് അനന്യയിൽ ഇത്രയും സങ്കടം കാണുന്നത്, അതും എന്തോ അസുഖം കൊണ്ട്. അവൾക്കും ദയ തോന്നി. വീണ്ടും അവൾ ദേവന്റെ കൈകളെ വയറോട് ചേർത്തു. ദേവാ, നമുക്കൊരു കുഞ്ഞു വരാൻ പോകുന്നു. ഒരു ഞെട്ടലോടെ ഗൗരി അവൻ്റെ തോളിൽ കൈകൾ മുറുക്കി. ദേവനും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു. ദേവിക കരഞ്ഞുകൊണ്ട് വാതിൽപ്പടിയിൽ ഇരുന്നു പോയി. നമ്മുടെ കുഞ്ഞു? ദേവൻ അവളുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് നിന്നു. അതെ, എൻ്റെയും ദേവൻ്റെയും കുഞ്ഞ്. ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു. കണ്ണുനീർ വീഴാതെ നിന്നു. അനന്യ, ഇത് നിന്റെ ചീപ്പ് നാടകമല്ല. ഇത് വലിയ കളിയാണ് നീ ഈ കളിക്കുന്നത്, ദേവൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഇല്ല ദേവ, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ അമ്മയാകാൻ പോകുന്നു. നീയൊരച്ഛനും. നീ അമ്മയായേക്കാം, പക്ഷേ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാവില്ല. എനിക്ക് അങ്ങനെയൊരു ബന്ധം നീയായിട്ടുണ്ടായിട്ടില്ല, ദേവൻ ഉച്ചത്തിൽ പറഞ്ഞു. ഉണ്ട് ദേവ, നിനക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്, കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇല്ല, അങ്ങനെ ഒന്നില്ല. നിന്റെ നാടകം നീ ഇതോടെ അവസാനിപ്പിച്ചേക്ക്, ദേവൻ ഉച്ചത്തിൽ വീണ്ടും പറഞ്ഞു. ദേവ, ഞാൻ എങ്ങനെയാ നിന്നെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? ആ ഗൗരി, നിനക്ക് ഓർമ്മയുണ്ടോ ദേവൻ മദ്യപിച്ച ആ ദിവസം, നിന്നെ ഞാൻ റൂമിൽ നിന്നും പുറത്താക്കി വാതിലടച്ച ദിവസം? വീണ്ടും ഗൗരി ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അതേ ഗൗരി, അതെ അതേ ദേവ, അന്ന് നീ ബോധമില്ലാതെ. ചീ നിർത്തടി അവളുടെ ഒരു നാടകം. ഇപ്പോ നീ ഇറങ്ങണം ഇവിടെ നിന്നും. ഞാൻ പൊയ്ക്കോളാം, പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ നീ പറയരുത്. നിന്റെ കുഞ്ഞ് നിന്റെ ലൈഫ്. എനിക്കും നീയുമായി ഇതുവരെ വഴിവിട്ട ബന്ധം ഉണ്ടായിട്ടില്ല, ദേവൻ ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദാ, ഇതാണ് എൻ്റെ പെണ്ണ്. മറ്റന്നാൾ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കും. നിന്റെ ഈ ജാരസന്തതിയുടെ അച്ഛനാവാൻ ഈ ദേവന് കഴിയില്ലടി. ദേവനെ നിറകണ്ണുകളോടെ ഗൗരി നോക്കി. അനന്യ പതിയെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഗൗരിയുടെ നേരെ കൈകൂപ്പി. ഗൗരി, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനെല്ലാം ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് ദേവനില്ലാതെ പറ്റില്ല. ഇനിയൊരു അച്ഛനില്ലാത്ത കുഞ്ഞിനെ ഈ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ എനിക്ക് പറ്റില്ല. നീയൊന്ന് ദേവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഗൗരി. ഞാൻ നിന്റെ കാല് പിടിക്കാം, കരഞ്ഞുകൊണ്ട് അനന്യ പറഞ്ഞു നിർത്തി. ഗൗരി ദേവന്റെ കൈകളിൽ നിന്നും വിട്ടുമാറി. ദേവനൊരു ഞെട്ടലോടെ അവളെ നോക്കി. എനിക്കറിയാം ഒരു അച്ഛനില്ലാത്ത വിഷമം എന്താണെന്ന്. അതാർക്കും വരരുത് എന്ന് ഞാൻ ഒരുപാട് ചെറുപ്പത്തിലെ ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ അങ്ങനെയൊരവസ്ഥ വരുമ്പോൾ ഞാൻ ഒഴിഞ്ഞേക്കാം, നിങ്ങൾ ജീവിച്ചോ. നീ പറഞ്ഞത് ശരിയാ അനന്യ. അച്ഛനില്ലാത്ത കുഞ്ഞിനെ ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ വളർത്തിക്കൊണ്ട് നല്ലൊരു നിലയിൽ എത്തിക്കാൻ വലിയ പ്രയാസം തന്നെയാണ്, ഒരു വിങ്ങലോടെ ഗൗരി പറഞ്ഞു നിർത്തി. ഏയ് ഗൗരി, ഇവൾ നുണ പറയുന്നതാണ്. എനിക്ക് അങ്ങനെയൊരു തെറ്റ് പറ്റിയിട്ടില്ല, എനിക്കത് ഉറപ്പാണ്. ഇത് നമ്മളെ പിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ദേവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു പ്രതിമ പോലെ അതെല്ലാം കേട്ടു നിന്നു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി. ചുറ്റുമുള്ളതൊന്നും അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണുനീർ കാരണം മുഴുവൻ മൂടൽമഞ്ഞ് മാത്രമായിരുന്നു. ഏയ് അനന്യ, സത്യം പറ, ആരുടെയാ ഈ കുഞ്ഞ്? ദേവൻ അലറിക്കൊണ്ട് തിരക്കി. നിന്റെ തന്നെ. ഒരു DNA നടത്താൻ ഞാൻ തയ്യാറാണ്. ദേവൻ ദേവികയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ, ഇത് എൻ്റെ കുഞ്ഞല്ല, എനിക്ക് ഇങ്ങനെയൊരു തെറ്റ് പറ്റിയിട്ടില്ല. ദേവികയും മറുപടിയൊന്നും പറഞ്ഞില്ല. ഗൗരി മറ്റെന്തോ ഒരു ചിന്തയിലെന്ന പോലെ മുന്നോട്ടേക്ക് നടന്നു. ടെറസിലെ ഊഞ്ഞാലയിലിരുന്നു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത അവസ്ഥയായിരുന്നു അവൾക്ക്. പെട്ടെന്നാണ് ചീറിപ്പാഞ്ഞുകൊണ്ട് ബാങ്ഷിൽ നിന്നും ദേവന്റെ കാർ പുറത്തേക്ക് പോകുന്നത് അവൾ കണ്ടത്. അവൾക്ക് ശരീരമാകെ ഒരു മരവിപ്പായിരുന്നു. നഷ്ടമായി എന്ന് വിചാരിച്ച സ്നേഹം തിരികെ കിട്ടി എന്ന് വിചാരിച്ച് സന്തോഷിച്ചപ്പോഴാണ് ഇങ്ങനെയൊന്ന്. ആരെ വിശ്വസിക്കും? ഇത്രയും കാലം കള്ളങ്ങൾ മാത്രം പറഞ്ഞു നടന്ന അനന്യയെയോ അതോ ദേവനെയോ? അവൾ പഴയ കാര്യങ്ങൾ ആലോചിച്ചു. ആ കള്ളു കുടിച്ച ദിവസത്തിന് ശേഷം ദേവനിൽ അല്പം മാറ്റങ്ങൾ അവൾ ശ്രദ്ധിച്ചിരുന്നു.